പൂർണ്ണവുള്ളൂ. ഉദാഹരണമായിട്ട് ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് വാട്സപ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു ക്ലിപ്പ്. ഒരു കുറച്ച് ഏലസും ഇതൊക്കെ ആയിട്ട് ഒരു സൗദിയിലൊരു മുത്തവ്വ അല്ലെ, മലയാളി ഒരു മുത്തവ്വ. എന്താണ് മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഓൻ ശിർക്ക് ചെയ്തു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഈ കൊല്ലത്തെ ഹജ്ജ് ഉംറക്കൊക്കെ വന്ന ആൾക്കാരെ അകന്ന് കളക്ട് ചെയ്ത കളക്ഷനാണ് എന്ന് പറഞ്ഞ ഏലസൊക്കെ പാടെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു കീശയിലാക്കിയിട്ട് കണ്ടോ ഈ ശിർക്ക് ചെയ്യണം മനുഷ്യന്മാര് എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ മന്നല്ലക്ക തമീമത്തൻ ഫഖദ് അശ്റക ഹദീസ് ഉണ്ട്. പക്ഷെ ഹദീസ് അത് മാത്രമല്ല. അപ്പൊ അത് പറഞ്ഞ ഒരാൾ എനിക്കിതൊരു ഒരു കമന്റ് വേണമെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ചു വേറെ ഹദീസ് പറഞ്ഞു കൊടുത്തു. എന്താ ഇന്നർ റുഖ വത്തമാഇമ വത്തിവലത്ത ശിർക്കുൻ. ഇന്നർ റുഖ ഹദീസിൽ എന്താണുള്ളത്? ഇന്നർ റുഖ മന്ത്രം, ഇന്നർ റുഖ മന്ത്രങ്ങൾ, വത്തമാഇമ ഈ പറഞ്ഞ ഏലസുകൾ, വത്തിവലത്ത മറ്റ് ചില ഈ ചികിത്സാ രീതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ സംഗതികൾ, അതൊക്കെ ശിർക്കുൻ, അത് ശിർക്കാണ്. അപ്പൊ ഏലസ് മാത്രമല്ല എന്തുകൂടി കയറിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസിൽ മന്ത്രം കൂടെ കയറിയിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഈ ചോദ മക്കരട്ടെ ആ കുട്ടിയടക്കം റുഖിയ ശറയ്യ അറിഞ്ഞ് നടക്കാണ്. കേട്ടില്ലേ നിങ്ങള്? റുഖിയ ശറയ്യ എന്താണ് അർത്ഥം? ഇസ്ലാമികമായ മന്ത്രങ്ങൾ അത് നടത്തണം. അപ്പൊ ഇന്നർ റുഖ എന്ന് പറഞ്ഞതോ മന്ത്രം ശിർക്കാന്നല്ലേ ഹദീസിലുള്ളത്. ഇത് എന്തൊക്കെ നമുക്ക് മനസ്സിലായി? മന്നല്ലക തമീമത്തൻ ഏലസ് ആരെങ്കിലും കെട്ടിയാൽ ഓൻ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് എന്ത് ഏലസാന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. കാടടച്ച് വെടിവെക്കാൻ പറ്റൂല. ഏതുപോലെ തന്നെ ഇന്നർ റുഖ മന്ത്രം ശിർക്കാണ് ഹദീസിലുണ്ട്. പക്ഷെ മന്ത്രം ശിർക്കാണ് എല്ലാ മന്ത്രം എന്നാണോ? അല്ല, മറിച്ച് ഇവിടെ ഒക്കെ ഇസ്ലാം മതത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇസ്ലാം വരുന്ന കാലത്ത് ശിർക്കിന്റെ മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ മന്ത്രങ്ങൾ മന്ത്രിച്ചാൽ അത് എഴുതി കെട്ടിയാൽ ഏലസായി കെട്ടിയാൽ ഒക്കെ ശിർക്ക് തന്നെയാണ്. ഇന്നും ശിർക്ക് തന്നെയാണ്. അതേ സമയത്ത് ഇസ്ലാമികമായിട്ടുള്ള സംഗതികളാണ് എഴുതി കെട്ടണമെങ്കിലോ അത് ശിർക്കാവോ? അത് ശിർക്കാവൂല. കാരണം എന്താ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളുടെ സഹാബിമാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയാണ്, എന്ത് നബി സല്ലല്ലാഹു തങ്ങൾ ഒരാൾ ഉറക്കിൽ വല്ലതും കണ്ട് പേടിച്ചാൽ അതെന്ത് ചെയ്യണം? അല്ലാഹും അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്നെന്ത് ചെയ്യണം? പറയണം. ഉറക്കിൽ വല്ലതും കണ്ട് പേടിച്ചാൽ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ട് പേടിച്ചിട്ട് ആ ചെല്ലിയാൽ, ആ ദിക്റ് ചെല്ലിയാൽ, അതൊരു മന്ത്രാണ്. ആ മന്ത്രം ചെല്ലിയാൽ ഫഇന്നഹു ലം യദുറുഹു, അതിന്റെ ബുദ്ധിമുട്ട് പിന്നെ അവനുണ്ടാവില്ല. ആ പേടിയുടെ ബുദ്ധിമുട്ട് അവനുണ്ടാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, തന്റെ മക്കളിൽ നിന്ന് ഇത് ചൊല്ലാറായ മക്കൾക്കൊക്കെ മഹാനവറുകൾ പഠിപ്പിച്ചു കൊടുത്തു. ചെല്ലാനാകാത്ത കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് വേണ്ടി കതബ ഹാഫി സക്കിൻ, അതൊരു കടലാസിൽ എഴുതിയിട്ട് സുമ്മ അല്ല കഹാഫി ഉനുഖിയും, അത് അവരുടെ പെരടിയിൽ കെട്ടിക്കൊടുത്തു. അതിനാണ് ഈ ഏലസ് അറിയാം. മനസ്സിലായില്ലേ? സഹാബത്ത് ചെയ്താ പോയി. അപ്പൊ സഹാബത്ത് ഏലസ് കെട്ടി. അപ്പൊ ഈ സഹാബികൾക്ക് അറിയില്ലേ മന്നലക തമീമത്തൻ ഫഖദ് അശ്റക? ഏലസ് കെട്ടിയാൽ എന്താവും? ശിർക്ക് ചെയ്തു എന്നുള്ള ഹദീസ് അറിയും. അതിന്റെ അർത്ഥം എന്താ? ഷിർക്കിന്റെ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ഏലസ് കെട്ടിയാൽ ഷിർക്കാവും. ഷിർക്കിന്റെ മന്ത്രങ്ങളുടെ മന്ത്രിച്ചാലും എന്താവും? ഷിർക്കാവും. ആ സമയത്ത് ഖുർആൻ മന്ത്രിച്ചാൽ ഷിർക്കാവോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? മന്ത്രിച്ചിട്ടുണ്ട്. ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസും. അതേപോലെ തന്നെ ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ മന്ത്രിച്ച വേറൊരു മന്ത്ര ബിസ്മില്ലാഹി അർഖീക, ആ ബിസ്മില്ല കൊണ്ട് നിങ്ങളെ ഞാൻ മന്ത്രിക്കുന്നു നബിയെ. മിൻ കുല്ലി ഷൈഇൻ യുദീക, തങ്ങളെ അടങ്ങാറാക്കണ എല്ലാ പിശാച് അടക്കമുള്ള എല്ലാ സംഗതികളിൽ നിന്നും. അപ്പൊ മന്ത്രല്ലേ? മന്ത്രണ്ട്. ഇന്നർ റുഖ മന്ത്രങ്ങൾ ശിർക്കാന്ന് റസൂല പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ കിട്ടിയത് വെച്ചിട്ട് കിട്ടിയ വോട്ടിന് സിന്ദാബാദ് നാളെ ഉണ്ടാവും. യുപിയിലൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാല് കിട്ടിയ വോട്ടിന് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടാവും. എന്ന മാതിരി നമുക്ക് ഒരു അതീത് കിട്ടിയ അയിമ എന്ത് ചെയ്യരുത്? ഇതും വെച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കരുത്. മറിച്ച് ഇതിന്റെ അപ്പുറം വല്ലതുണ്ടോന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. അത് പഠിച്ചാൽ ഈ മന്ത്രാവട്ടെ അല്ലെങ്കിൽ ഏലസാവട്ടെ ഒന്നിനൊരു കുഴപ്പമില്ല. എന്തായിരിക്കണം? ഇസ്ലാമികമായിട്ടുള്ള ഖുർആൻ കൊണ്ടോ മറ്റോ ഉള്ളത് ആയിരിക്കണം എന്ന് മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിസ്രിലെ രാജാവിന് എന്ത് ചെയ്തു? മിസ്രിൽ മൂപ്പർക്ക് ഭയങ്കര തലവേദന. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ
ബിസ്മിയുടെ മഹത്വം പറഞ്ഞുകൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. രാജാവിന് ഭയങ്കര തലവേദന, എന്ത് ചികിത്സയിട്ടും കാര്യം കിട്ടുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു, ഒരു തൊപ്പി കൊടുത്തയച്ചു. ഒരു തൊപ്പി, ഈ തൊപ്പിടാൻ പറഞ്ഞു. തൊപ്പിടാൻ പറഞ്ഞിട്ട് തൊപ്പി കൊടുത്തയച്ചിട്ട് ആ തൊപ്പി വെച്ചാ തലവേദന അല്ല, അടുത്ത പിന്നെ തലവേദന വരും. അപ്പൊ രാജാവിനൊരു ഭയങ്കര ഇതെന്താ, ഇതിന്റെ ഉള്ളിൽ എന്താ സംഗതി? മൂപ്പരത് പിച്ചു പൊളിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കടലാസ് കിട്ടി. കടലാസിൽ എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ മന്നല്ലക്ക തമീമത്തൻ ഫഖദ് അശ്റക എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിനും തിരിഞ്ഞിട്ടില്ലേ? ഈ കുട്ടികൾക്ക് തിരിഞ്ഞത്. അപ്പൊ എന്ത് വേണം? ഏത് സംഗതി പറയുമ്പോൾ നമുക്ക് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും കൂടെ ഉണ്ടാകണം. അതില്ലാണ്ടായോലാണ് എന്ത് ചെയ്യണത്? മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്ക് ആരോപിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അപകടമാണ്. ഹജ്ജിനും ഉംറക്കും പോണ മുസ്ലിമീങ്ങൾ അവരൊക്കെ ശിർക്കും ചെയ്തിട്ടാണ് ചെല്ലണത് എന്ന് പറയണത് ചില്ലറ അപകടമാണോ അത്? ശിർക്കാരോപണം എന്ന് പറഞ്ഞത് ദുന്യാവിൽ എത്ര വലിയ മുസീബത്താ. ഒരാൾ മറ്റൊരാളെ ശിർക്കാരോപിച്ചാൽ വാസ്തവത്തിൽ ഇസ്ലാം എന്ന് പുറത്താന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അങ്ങനെ പറഞ്ഞാൽ റസൂൽ എന്താ പഠിപ്പിക്കുന്നത്? ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, രണ്ടിൽ ഒരാൾക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. അതായത് ആരോപിക്കപ്പെട്ടവൻ വാസ്തവത്തിൽ മുശ്രിക്ക് അല്ലെങ്കിൽ ആരോപിച്ചവൻ എന്താകും? അത് ഏറ്റെടുത്ത് ഇസ്ലാമെന്ന് ഓനൂടി അറിയാതെ ഓൻ പുറത്താവും. ഓവർ സ്മാർട്ടാണ് ആൾക്കാർ. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ ആളുകൾ ഇപ്പൊ അങ്ങനെ ചുരുങ്ങിയത് ശിർക്കെന്നെങ്കിലും പറഞ്ഞാൽ ഒരു വെയിറ്റ് ഉള്ളൂ എന്ന് നടത്താൻ പോകും അല്ലേ? എന്ത് സംഗതി ശരി, ശിർക്ക് ബിദ്അത്ത് ഇതിൽ കുറഞ്ഞ പരിപാടില്ല കുറെ ആളുകൾക്ക്. അല്ലാഹു തആല നന്നാക്കി തരട്ടെ എല്ലാവരെയും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖ്